ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ തുടരുകയാണ്. കോട്ടയത്തെ മുരാരി ബാബുവിന്റെ വീട്ടിലെ പരിശോധനയിലേക്ക് പോയാലോ? അഖിൽ കെ ചേരുന്നു. അഖിൽ, മുരാരി ബാബുവിന്റെ വീട്ടിലെ പരിശോധന എത്ര മണിക്കൂറായി? എപ്പോൾ ഇത് അവസാനിക്കുമെന്നാണ് കരുതുന്നത്? എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? റോഷിനി ഇപ്പോൾ 8ാമത്തെ മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഈ ഇടി വന്ന വാഹനത്തിലെ ഡ്രൈവർ അദ്ദേഹമാണ് വരുന്നത്. അവിടുന്ന് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഒരു പെട്ടി, ഒരു കറുത്ത കളറിലുള്ള ഒരു പെട്ടി ഇപ്പോൾ ഇടി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഇടി ഉദ്യോഗസ്ഥർ കൈമാറുകയും ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരുപക്ഷേ അവരുടെ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നൊരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ 8 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 8 മണിക്കൂർ നീണ്ടത്. അതായത് രാവിലെ 7:30 കൂടിയാണ് ഇതിനകത്തേക്ക് ഇടി ഉദ്യോഗസ്ഥർ കയറി പോകുന്നത്. വീടിനകത്തേക്ക് കയറി പോകുന്നത് രാവിലെ 7:30 ആ 7:30 രാവിലെ 7:30 മുതൽ തന്നെ ആരംഭിച്ച തെളിവെടുപ്പ് എത്ര മണിക്കൂറുകൾ കയറും നമുക്കറിയാം. SIT ഇതിനു മുമ്പ് മുരാരി ബാബുവിന്റെ വീട്ടിലേക്ക് എത്തുകയും അവിടെ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്ത് ചില രേഖകളൊക്കെ കണ്ടെത്തി പോവുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഇടി പരിശോധന. ഇടി സ്വാഭാവികമായും കൂടുതൽ പ്രധാനമായും പരിശോധന നടത്തുന്നത് ഈ സ്വത്ത് സംഭാവന, അനധികൃത സ്വത്ത് സംഭാവന തന്നെയായിരിക്കും ഇടി സ്വാഭാവികമായും പരിശോധന നടത്തുക. കാരണം ചുരുങ്ങിയ കാലത്തുള്ളിൽ, അതായത് അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും വളർന്നു വന്ന വ്യക്തിയോ അല്ലെങ്കിൽ പരമ്പരാഗതമായ വലിയ സ്വത്തുള്ള വ്യക്തിയോ അല്ല, പക്ഷേ വളരെ ചുരുങ്ങിയ കാലത്തുള്ള, അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ദേവസ്വത്തിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ദേവസ്വവുമായി ബന്ധപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ശേഷം വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച മുരാരി ബാബുവിന് ഉണ്ടായിട്ടുണ്ട്. അതിൽ സ്വാഭാവികമായും സംശയം SIT പ്രകടിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള സംശയം സ്വാഭാവികമായി ഇടിക്ക് ഉണ്ടാകും. ആ ഇടി അന്വേഷിക്കുന്നു ആ രീതിയിൽ തന്നെ ആയിരിക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2019 നമുക്കറിയാം ഈ സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. ആ സമയത്തായിരുന്നു ദേവസ്വം, അതായത് ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന വലിയ 2 നില വീട്, വലിയൊരു വീട് തന്നെയാണ്. ഈ വീടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു, നിർമ്മാണം പൂർത്തിയാക്കുന്നു ഒക്കെ തന്നെ ഈ 2019 കാലയളവിലായിരുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വീട് പണിതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മുരാരി ബാബുവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുമൊക്കെ വന്നിട്ടുള്ള തുകകൾ, പണം ഏതെല്ലാം രീതിയിൽ വന്നിട്ടുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള പണമിടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായ പരിശോധന, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം ഒരുപക്ഷെ ശേഖരിച്ചുകൊണ്ടുള്ള വളരെ വിശദമായ ഒരു പരിശോധന തന്നെയായിരിക്കും എന്തായാലും ഇടി നടത്തിയിരിക്കും. കൃത്യമായി തന്നെ പക്ഷേ എന്താണ് ഇഡിയുടെ പരിശോധന, എന്താണ്, അതായത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി വന്നതാണ്. രാവിലെ, അതായത് എറണാകുളത്ത് നിന്നുമാണ് ഇവർ എത്തിയിരിക്കുന്നത്. 5 പേരടങ്ങുന്ന സംഘമാണ് ഈ പരിശോധന നടത്തിയതിനു ശേഷം പിന്നാലെ CRPF ഉദ്യോഗസ്ഥരെത്തുന്നത്. വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ എത്തിക്കൊണ്ട് നടത്തുന്ന മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ്. സ്വാഭാവികമായും നമുക്ക് ചില അനുമാനങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ കാരണം മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട നിരവധിയായ കേസുകളുണ്ട്, നിരവധി ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന വൈക്കം ക്ഷേത്രമായാലും ശരി, ഏറ്റുമാനൂർ ക്ഷേത്രമായാലും ശരി, ശബരിമലയെ ബന്ധപ്പെട്ടൊക്കെ തന്നെ സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ, സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നത് കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ 8 മണിക്കൂറിന് സമയം പിന്നിട്ടിരിക്കുന്നു. 8 മണിക്കൂർ അധികം സമയം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അവസാനം ഇപ്പോൾ ഏറ്റവും ഒടുവിലൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇടി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇഡിയുടെ വാഹനത്തിലെ ഡ്രൈവർ അദ്ദേഹം ഒരു പെട്ടി ഉള്ളിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷേ ഈ അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളും ഒക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയത് കൊണ്ടായിരിക്കാം എന്തായാലും അത്തരത്തിലുള്ള നീക്കം ഇഡിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. എന്തായാലും 8 മണിക്കൂർ നീണ്ടു പിന്നീട് ഇപ്പോഴും ഇഡിയുടെ മുരാരി ബാബുവിന്റെ വീട്ടിലെ പരിശോധന അത് തീരാറായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം. അഖിലാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ ED എന്തൊക്കെ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത്? എന്തൊക്കെ ലഭിക്കേണ്ടതുണ്ട് EDക്ക്? ഈ പരിശോധനകൾക്കൊക്കെ ശേഷം ഇനി നടക്കാൻ പോകുന്ന നടപടികൾ എന്താണ്? അത്തരം വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ശരൺ ചേരുകയാണ്. ശരൺ, ഡിജിറ്റൽ തെളിവുകൾ, രേഖകൾ ഇതൊക്കെ പരിശോധിക്കണം. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു പൂർണ്ണ വ്യാപ്തിയിലേക്ക് എത്താനുള്ള ശ്രമം, അതാണല്ലോ ED പറയുന്നത്. എന്തെല്ലാം പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്? പ്രത്യേകിച്ച് ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന പരിശോധന, സാമ്പത്തിക ഇടപാടുകളുടെ ആഴം, ഇതെല്ലാം തെളിവുകളായി തന്നെ EDക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നടക്കുന്ന പരിശോധനയ്ക്ക് ശേഷം ഇനി എന്താണ് ഉണ്ടാവുക? സ്വത്ത് കണ്ടുകെട്ടലായിരിക്കില്ലേ അടുത്ത നടപടി? റോഷ്നി, അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി, ആഴം, അതൊക്കെ തന്നെ ED അന്വേഷണം പൂർത്തിയാകുമ്പോൾ അത് തെളിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ വിധത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓരോ നീക്കവും നടന്നുകൊണ്ടിരിക്കുന്നത്. SIT സംബന്ധിച്ച് ക്രൈമാണ് അവർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇത് EDയെ സംബന്ധിച്ച് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. അതായത് ഈ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച കവർന്ന സ്വർണം അത് കേരളത്തിന് പുറത്തേക്ക് എത്തിക്കുന്നു, സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് വേർതിരിച്ച് അത് വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിറ്റതിലൂടെ സാമ്പത്തിക ലാഭം പലർക്കും ഉണ്ടായിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ആ സാമ്പത്തിക ലാഭം ഉണ്ടായെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ED ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര വലിയ ഒരു റെയ്ഡ്, സമീപകാലത്തൊന്നും തന്നെ നമ്മൾ കാണാത്ത ഒരു റെയ്ഡിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. 21 ഇടങ്ങളിലാണ് ഈ പരിശോധനകൾ തുടരുന്നത്. പ്രധാനമായും ED പരിശോധിക്കുന്നത് ഈ പ്രതികളുടെ ആസ്തി വിവരങ്ങളും ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുമാണ്. ഈ സ്വർണ്ണ കവർച്ചയിലൂടെ
എത്രത്തോളം സാമ്പത്തിക നേട്ടം ഇവർക്കുണ്ടായിട്ടുണ്ട്, അത് ഉപയോഗിച്ച് അവർ ഈ സ്വത്തുക്കളൊക്കെ തന്നെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇ ഡി പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുന്നതിലൂടെ ഇത് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത നീക്കം എന്ന് പറയുന്നത് ഈ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കം തന്നെയാണ്. അങ്ങനെ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായിട്ട് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രതികളുടെ ബാധ്യത, അത് തിരിച്ചെടുക്കുക എന്നുള്ളത് പ്രതികളുടെ ബാധ്യതയായി മാറുമെന്നുള്ളതാണ് PMLA സെക്ഷനിലുള്ളത്. കാരണം ഈ SITയെ സംബന്ധിച്ച് അവർക്ക് തൊണ്ടി മുതലുമായിട്ടാണ് കോടതിയിലേക്ക് പോകേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ED യെ സംബന്ധിച്ച് ഒരാളെ പ്രതി ചേർത്ത് അയാൾ ആണ് ഇത്തരത്തിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ബാധ്യതയാണ് താൻ അത്തരത്തിൽ സമ്പാദിച്ചതല്ല എന്നുള്ളത് കാണിക്കുക. അപ്പോൾ ആ രേഖകളൊക്കെ തന്നെ ഈ പ്രതി സ്വാഭാവികമായിട്ടും കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അതാണ് PMLA സെക്ഷൻ പ്രകാരം ഈ പ്രതികൾക്കെല്ലാം തന്നെ വലിയ കുരുക്കായി മാറുക. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്നതാണ് ഒരു അന്താരാഷ്ട്ര റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അന്താരാഷ്ട്ര റാക്കറ്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണോ ഇപ്പോഴത്തെ പ്രതികൾ എന്നുള്ളതൊക്കെ തന്നെ ED വെരിഫൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും 3 ആളുകളുടെ സാമ്പത്തിക ഇടപാടുകളാണ് തുടക്കത്തിൽ പരിശോധിക്കാൻ ED തീരുമാനിച്ചിരുന്നത്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇതിനു പുറമെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമയായ പങ്കജ് ഭണ്ഡാരി, ഒപ്പം തന്നെ ജ്വല്ലറി ഉടമ, അതായത് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമാണ്. ഈ 3 പേരും തമ്മിലുള്ള വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വർണം വിറ്റതിലൂടെ ഇവർക്കൊക്കെ തന്നെ ലാഭം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ED പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സ്വത്തുക്കളായിരിക്കും ആദ്യഘട്ടത്തിൽ കണ്ടെത്താനുള്ള നീക്കം ED നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് സ്വർണ്ണക്കൊള്ളയിൽ മാത്രമല്ല മറ്റ് ക്രമക്കേടുകളിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ ED ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ ശബരിമലയിൽ മറ്റ് പല ക്രമക്കേടുകളും നടന്നിട്ടുണ്ട്. ഈ സംഭാവനകൾ പലരും നൽകിയിട്ടുണ്ട്. ആ സംഭാവനകൾ കൈകാര്യം ചെയ്തതിൽ ക്രമക്കേട് നടന്നതിനൊപ്പം തന്നെ ഈ നെയ് വിതരണത്തിൽ ക്രമക്കേടുകളുണ്ട്. ഒപ്പം തന്നെ മറ്റ് വാജിവാഹനം കൈമാറ്റമുള്ള ഈ ഒരു വലിയ സ്വർണ്ണക്കൊള്ള മാത്രം കേന്ദ്രീകരിച്ചല്ല, അത് ശബരിമലയിൽ നടന്നിട്ടുള്ള മറ്റെന്തെങ്കിലും ക്രമക്കേടുകളുണ്ടോ എന്നുള്ള പരിശോധന, അതിനൊക്കെ അടിമുടിയുള്ള പരിശോധനയിലേക്കാണ് ED പോകുന്നതെന്നാണ് ഇന്ന് അറിയിച്ചിട്ടുള്ളത്. ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രേക്ഷകരെ,